കരിയറിൽ നമ്മൾ ഒരുപാട് പേരെ ശ്രദ്ധിക്കണം. ഒരുപാട് ശ്രദ്ധയോടെ വേണം നമ്മളൊരു കരിയറിൽ മുന്നോട്ട് പോകേണ്ടത്. ബിക്കോസ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഒരാളെ ചവിട്ടി താഴെയിട്ട് ആ പൊസിഷനിലോട്ട് കയറാമെന്ന് ചിന്തിക്കുന്ന കുറേ കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോഴേക്കും നമ്മളുടെ എല്ലാം അവിടെ ഒരു തീരുമാനത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ നമ്മുടെ കാതുകൾ എല്ലാം വളരെ ശ്രദ്ധപൂർവം നമ്മൾ കീനായിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ താഴോട്ട് ഇറക്കാൻ പറ്റും. താഴോട്ട് ഇറക്കാനല്ല, നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. നമ്മളൊരു കരിയർ തന്നെ എന്താ പറയുക, കരിയർ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഈ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ളവർക്ക് കരിയറിൻ്റെ മഹാത്മ്യമൊന്നും അറിയില്ല. അവർക്കൊരു പാഷനൊന്നുമല്ല. ഒരു പാഷനിലൂടെ നമ്മളൊരു കരിയർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിലൊരിക്കലും ഇങ്ങനെയുള്ളൊരു പ്രവർത്തികൾ ചെയ്യില്ല. ബിക്കോസ് നമ്മളുടെ ഒരു കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയെക്കുറിച്ച് നമുക്ക് വളരെയധികം കോൺഫിഡൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു സക്സസ്സിലേക്ക് എത്തും. ആ സക്സസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് പേടിക്കണം. ബിക്കോസ് അവർക്ക് വർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർക്കൊരു കരിയറിനെ കുറിച്ചൊരു പാഷനല്ല. അവർ കരിയറിന് അത്രേ കാണുന്നുള്ളൂ. അവർക്കൊരു തൊഴിൽ മാത്രമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആ ആൾക്കാരുടെ കൂടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് എന്ന് കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പോൾ ഇവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയാണ്, ഭയങ്കര പേഷ്യൻസ് ആണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയാണ് ഇവർക്ക്. ഈ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോവുക. ഓരോ ചുവടുകൾ വെക്കുമ്പോഴും അതിനെല്ലാം പ്ലാൻസ് ഉണ്ട്. മണ്ടന്മാരായ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. കാരണം ഇവർ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും അവിടെ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും ഇവരുടെ പ്ലാനിങ്സിലൂടെയാണ് ഇവർ വരുന്നത്. ഫസ്റ്റ് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും തമ്മിൽ വെറുപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആൾക്കാരോടൊന്നും നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കില്ല, മറ്റുള്ള ആൾക്കാരോടൊന്നും മിങ്കിൾ ചെയ്യാൻ സമ്മതിക്കില്ല, മറ്റുള്ളവരുടെ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമ്മളെ ഒരു ശത്രു ആക്കി മാറ്റും. അപ്പം ഇവരുടെ ഫസ്റ്റ് വിജയം. ആ ഒരു ശത്രു ആയാൽ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ശത്രു ആകുന്നുണ്ടെങ്കിൽ അവർ സക്സസ് ആയി. കാരണം അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ ഈസി ആക്കി. പിന്നെ ഇവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. പല കാര്യങ്ങളിലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കും. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കും. നമ്മുടെ ഒരു ടീം വർക്കിൽ പലരെയും തമ്മിൽ പലരുടെ കുറ്റങ്ങൾ പറയുക, ഒരാളെ പറ്റിയും ഒരു നല്ലത് പറയില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരാളെയും നല്ലത് പറയില്ല. ഇവരെല്ലാം നെഗറ്റീവേ പറയുള്ളൂ. ആ നെഗറ്റീവ് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും ചെറിയൊരു ഇറിറ്റേഷൻസും നമുക്കും ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ആ ഒരു അസ്വസ്ഥതകളുടെ ഭാഗമായിട്ട് നമുക്കും പലരുമായിട്ട് ഒരു മുഷിച്ചിലുണ്ടാവേണ്ട സാഹചര്യം ഉണ്ടാവും. അതിൽ അവർ വിജയിച്ചു. സെക്കൻഡ് അവർ വിജയിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ എൻട്രി ആയിട്ടുള്ള കാര്യമാണ് ഇവർ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കും. ഇത് വേണ്ട, ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോകാം, വേറെ സ്ഥലത്ത് പോയി വേറെ ജോലി നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇവരെ ആ ഒരു പ്ലാനിലേക്ക് കൊണ്ടുവരും. അപ്പം നമ്മൾ മെൻ്റലി എല്ലാം കൊണ്ടും മടുത്തു, പിന്നെ അങ്ങനെയാന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഇവർ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കും. ബിക്കോസ് നമുക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ നമുക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ആ ഒരു പ്രവർത്തിക്കുന്നത്, നമുക്ക് വേണ്ടി ആ ഒരു സെൻസിൽ ഇവർ നമ്മളങ്ങനെ എത്തിച്ചത് കൊണ്ട് നമ്മളങ്ങനെ ചിന്തിച്ച് നമ്മൾ ചിലപ്പോൾ അത് റിസൈൻ ഇട്ട് പോരാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോവും. അങ്ങനെയൊക്കെ നമ്മൾ മണ്ടന്മാരായ നമ്മൾ ചെയ്യും. അപ്പോൾ ഇവരതിലും സക്സസ് ആയി. അപ്പോൾ ഇവരുടെ ലക്ഷ്യത്തിലേക്ക് ഇവരെത്തും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ ഇങ്ങനെയുള്ള ഓരോ പോയിസൺസും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം നമ്മൾ ഒരു ഓഫീസിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണോ എന്നുള്ളത് നമ്മളൊന്ന് സൂക്ഷ്മമായി അല്ലെങ്കിൽ ഒന്ന് നിരീക്ഷിച്ചാൽ കൊള്ളാം, ഫോർ അവർ സേഫ്റ്റി.